ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാനൊരു റിവ്യൂ വീഡിയോ അല്ല. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് സിനിമ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോരാത്തതിന് മാർവൽ അത് ഞാൻ ഭയങ്കര ആരാധകനാണ്. അപ്പോൾ ഞാൻ എല്ലാ സിനിമയും ഇറങ്ങുന്ന ദിവസം തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം ഞാനൊരു സ്പൈഡർമാൻ ആരാധകനാണ്. അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഞാൻ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എന്താ പറയണ്ടേ, ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം. സ്പൈഡർമാൻ സിനിമകളിൽ എനിക്കിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പൈഡർമാൻ മൂവി ഏതാണ്? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ. അതിന് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായി ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇതിന് മുമ്പ് എനിക്ക് ടോബി മഗ്വയറിൻ്റെ പീറ്റർ പാർക്കർ ഇഷ്ടമായിരുന്നു, ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് സ്പൈഡർമാൻ ആയാലും പീറ്റർ പാർക്കർ ആയാലും അതായത് ഒരു ത്രാസി വെച്ച് ബാലൻസ് ചെയ്ത പോലെയാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്പൈഡർമാൻ ഫാനാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഉറപ്പായിട്ടും കാണും. അതിനേക്കാൾ ഉപരി നിങ്ങൾ പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറുമായി പോവും. എന്നാലോ നിങ്ങൾ മാർവൽ സിനിമ കണ്ടിട്ട് പോലും ഇല്ലെന്ന് വിചാരിക്കുക, നിങ്ങൾ മാർവലിലെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ സ്പൈഡർമാനെ അറിയാമെങ്കിൽ നിങ്ങൾ ഈ സിനിമ പോയി കാണണം. കാരണം അത് നിങ്ങൾക്കുള്ള സിനിമയാണ്. മാർവൽ സിനിമ എല്ലാം കണ്ടവർക്ക് മാത്രം കാണാൻ പറ്റിയൊരു സിനിമയല്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം സ്പൈഡർമാൻ്റെ ഇതിന് മുമ്പത്തെ സിനിമകൾ, അതായത് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോം ഹോളണ്ട് അതിനകത്ത് പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആകാൻ ശ്രമിക്കുന്ന ഒരു 3 സിനിമകളിൽ, കഴിഞ്ഞ 3 സിനിമകളിലും സ്പൈഡർമാൻ ആകാൻ ശ്രമിക്കുന്ന പീറ്റർ പാർക്കറെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമുള്ള, എല്ലാവരും എന്താ ഒരു കിഡായിട്ട് കാണുന്ന ഒരു സ്പൈഡർമാൻ. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് സ്പൈഡർമാൻ സിനിമ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഏത് സ്റ്റേജിലേക്കാണ് ഈ സ്പൈഡർമാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ സിനിമയിൽ മെയിനായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പീറ്റർ പാർക്കർ ആ ക്യാരക്ടറെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതായത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിനെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ സിനിമ പറഞ്ഞു പോകുന്നൊരു മെസ്സേജുണ്ട്. അത് എല്ലാ സ്പൈഡർമാൻ സിനിമയിലും അങ്ങനെ ഒരു മെസ്സേജുണ്ട്. അത് കിട്ടിയവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. അതായത് എല്ലാവർക്കും സൂപ്പർ ഹീറോ ആവാൻ പറ്റും. പക്ഷേ പീറ്റർ പാർക്കർ, അതായത് സ്പൈഡർമാൻ ആകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിലും കഷ്ടപ്പാടാണ് പീറ്റർ പാർക്കർ ആകുക എന്നുള്ളത്. എനിക്ക് ഈ സ്പൈഡർമാൻ എന്നതിലുപരി പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ കാരണം, നമ്മളെല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, നമുക്കൊരു അമാനുഷിക ശക്തി കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോയുടെ അമാനുഷിക ശക്തി കിട്ടിയിരുന്നെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടുള്ള, എനിക്ക് വല വിടാൻ പറ്റണം, എനിക്ക് ഭിത്തിയെ കൂടെ കയറാൻ പറ്റണം എന്നൊക്കെയാണ്. അപ്പം ആ ശക്തിക്ക്, അതായത് സ്പൈഡർമാൻ്റെ ഫേവറേറ്റ് ഡയലോഗ് തന്നെ നമുക്കറിയാലോ. അതിനകത്ത് എനിക്ക് ഏറ്റവും അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ആ ഡയലോഗിനെ എന്താണെന്ന് പറഞ്ഞാൽ, അതിനെ പിന്നെയും പ്രൂവ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്കൊരു ശക്തി കിട്ടിയാൽ അതിന് നമ്മൾ എത്രത്തോളം വില കൊടുക്കേണ്ടി വരും എന്ന്, അത് എങ്ങനെ സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ പീറ്റർ പാർക്കർ എങ്ങനെ തരണം ചെയ്യുന്നുവെന്ന് ഈ സിനിമയിൽ വളരെ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അതായത് പീറ്റർ പാർക്കർ ഏതൊക്കെ ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അയാൾക്ക് എന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇതിനു മുമ്പത്തെ സ്പൈഡർമാൻ സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. പീറ്ററിന് ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ട്, അവൻ്റെ ഫാമിലി, അവൻ്റെ ആൻറ്റി, അവൻ്റെ അങ്കിൾ, ഇങ്ങനെ ഒത്തിരി പേരെ അവനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എല്ലാ ദിവസവും ഹി ചൂസ് ടു ബി സ്പൈഡർമാൻ. അതായത് സ്പൈഡർമാൻ ആവാൻ അവൻ തയ്യാറാണ്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ശക്തി ലഭിക്കുന്നുണ്ട്. ചിലർ വില്ലൻ ആവാൻ ചൂസ് ചെയ്യും, ചിലർ ഹീറോ ആവാൻ ചൂസ് ചെയ്യും. പക്ഷേ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാൻ ഇത് രണ്ടുമാണ്. അത് മറ്റൊരു സൂപ്പർ ഹീറോയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ത്രാസിൽ വെൽ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഈ സിനിമയിൽ ആ ഇമോഷൻ ഇതിന് മുമ്പ് സ്പൈഡർമാൻ സിനിമകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേറെ രീതിയിൽ നമ്മൾ ഇമോഷണലി വല്ലാണ്ട് അങ്ങ് കണക്റ്റ് ആവും. എസ്പെഷ്യലി നിങ്ങളൊരു സ്പൈഡർമാൻ ഫാനാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ എന്തായാലും ഈ പടം പോയി തിയേറ്ററിൽ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ്, ആ ഇമോഷൻ എന്തായാലും നിങ്ങൾക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്യും. മോർ ദാൻ എ മാർവൽ ഫാൻ ഇഫ് യു ആർ എ സ്പൈഡർമാൻ ഫാൻ. സോ നിങ്ങൾ എന്തായാലും പോയി പടം തിയേറ്ററിൽ കാണാം. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ഇഡിലും പടമാണ്, പോയി കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വെച്ച ആ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സോ അത് ചുമ്മാതൊരു ഡയലോഗല്ല, അത് ആ ഡയലോഗിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ സിനിമ മുഴുവൻ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവീസ് ഐ ഹാവ് എവർ വാച്ച്ഡ്.